ഹലോ ഗായ്സ്, ഞാനിന്നൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 കിലോ ചിക്കൻ, 6 വലിയ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 വലിയ തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണേ. ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി. എൻ്റെ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ ഇളക്കാനായിട്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ആ മസാലയിൽ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിക്കണം. അതുവരയ്ക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടാവും. തക്കാളിയൊക്കെ നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച്
നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ട് നമുക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.